Hi, ഞാൻ ഡോക്ടർ മഞ്ജു ജോർജ്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ VPS ലേക്ഷോർ ഹോസ്പിറ്റൽ. ഇന്നത്തെ ഈ ഡിജിറ്റൽ വേൾഡിൽ നമ്മളെല്ലാവരും നൂതന സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ജീവിതശൈലി ക്രമീകരണങ്ങൾക്കും ഏറെ പ്രാധാന്യം മിക്കവാറും പേരും കൊടുക്കുന്നുണ്ട്. ആഹാര ക്രമീകരണം, സ്ട്രെസ് മാനേജ്മെൻറ്റ്, നേരത്തെയുള്ള സ്ലീപ്പിംഗ് പാറ്റേൺ, അതിൻ്റെ ഹാബിറ്റ്സ് തുടങ്ങി എല്ലാ ജീവിതശൈലി ക്രമീകരണങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ വ്യായാമത്തിൻ്റെ ആവശ്യകതയും നമുക്കെല്ലാം അറിവുള്ളതാണ്. എന്നാലും എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ആധികാരികമായ ഒരു ബോധവൽക്കരണം നമുക്ക് ആവശ്യമുണ്ട്. അതിനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് മിസ്റ്റർ മനു ആണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അതുപോലെ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് നടത്തുന്ന ചെറിയ ഒരു ഡെമോൺസ്ട്രേഷനും ഇതിൻ്റെ കൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. ഞാൻ മനു PV, VPS ലേക്ഷോർ ആശുപത്രി ഫിസിയോതെറാപ്പി ഇൻചാർജാണ്. ജീവിതശൈലി രോഗങ്ങൾ വളരെയേറെ വർദ്ധിച്ചു വരുന്നത് നമുക്കറിയാമല്ലോ. നിത്യമായുള്ള വ്യായാമവും ശരിയായ ഭക്ഷണ രീതിയുമാണ് ഇതിൽ നിന്ന് രക്ഷ നേടാൻ ഏറ്റവും നല്ല ഉപാധി. നിത്യേനയുള്ള നമ്മുടെ ജീവിതത്തിൽ 30-40 മിനിറ്റ് നമ്മൾ നിർബന്ധമായും വ്യായാമത്തിനായി മാറ്റിവെക്കേണ്ടതാണ്. നിത്യേനയുള്ള നടത്തത്തിൻ്റെ കൂടെ നമുക്ക് ചെയ്യാവുന്ന ചില ലളിതമായ വ്യായാമ മുറകൾ എല്ലാവരും അഭ്യസിച്ചിരിക്കേണ്ടതാണ്. സ്ഥിരമായ വ്യായാമം മൂലം നമ്മുടെ പേശികളെയും നമ്മുടെ സന്ധികളെയും ആരോഗ്യകരമായി കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അത്തരത്തിൽ നിത്യമായി ചെയ്യാവുന്ന ചെറിയ വ്യായാമ മുറകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഹായ്, എൻ്റെ പേര് ലിയാൻ. ഞാൻ ലേക്ഷോറിലെ ഫിസിയോതെറാപ്പിസ്റ്റാണ്. നമ്മൾ ഡെയിലി ചെയ്യേണ്ടതും എന്നാൽ ചെയ്യാത്തതുമായിട്ടുള്ളൊരു കാര്യമാണ് എക്സസൈസസ്. അതിൽ കുറച്ച് നമുക്ക് ജനറലായിട്ട് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള എക്സസൈസസ് ഇന്ന് നമ്മളിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ അല്ലാത്തവരും ആയിക്കോട്ടെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, എല്ലാ കാറ്റഗറിയിലും ഉള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ജനറൽ സിമ്പിൾ എക്സസൈസസ് ആണ് ഇന്നിവിടെ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എക്സസൈസ് വരുന്നത് സ്റ്റാൻഡിങ് മാർച്ചസ് ആണ്. അതൊരു 30 to 40 സെക്കൻഡ്സ് അഥവാ 30 കൗണ്ട്സ് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് എക്സസൈസ് വരുന്നത് സ്റ്റെപ്പ് ടച്ചസ് ആണ്. അതും 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ 30 കൗണ്ട്സ് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. തേർഡ് എക്സസൈസ് വരുന്നത് ആം പ്രസ്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ലെഗ്സ് ഷോൾഡർ വിഡ്ത്തിൽ പ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആം ഒരു 90 ഡിഗ്രി ആംഗിളിൽ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ എക്സസൈസും നമുക്ക് 30 സെക്കൻഡ്സ് അഥവാ 30 കൗണ്ട്സ് വെച്ച് ചെയ്യാവുന്നതാണ്. അടുത്ത എക്സസൈസ് ഫോർത്ത് വൺ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെഗ്സിന് വേണ്ടിയിട്ടുള്ളൊരു വാമപ്പാണ് ചെയർ സ്ക്വാട്സ്. ചെയർ എടുക്കുമ്പോൾ മാക്സിമം ബാക്ക് സപ്പോർട്ടുള്ളതും അതുപോലെ തന്നെ ആംറെസ്റ്റ് ഉള്ള ഒരു ചെയർ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇതും ഒരു 10 to 15 കൗണ്ട്സ് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫിഫ്ത്ത് എക്സസൈസ് വരുന്നത് കാഫ് സ്ട്രെച്ച് ആണ്. നമുക്ക് ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാഫ് സ്ട്രെച്ചിങ് ആണ്. ഇതും ഒരു 20 to 30 കൗണ്ട്സ് വെച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് സെറ്റ് ഓഫ് എക്സസൈസസ് വരുന്നത് സ്ട്രെങ്തനിങ് എക്സസൈസസ് ആണ്. അതിൽ ആദ്യത്തെ എക്സസൈസ് ആണ് വാൾ പുഷപ്പ്. വാൾ പുഷപ്സ് 15 to 20 കൗണ്ട്സ് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് എക്സസൈസ് വരുന്നത് ആം കേൾസ് ആണ്. അതിനായിട്ട് നമുക്ക് ഒരേ വെയിറ്റുള്ള ഡംബലോ അഥവാ വാട്ടർ ബോട്ടിൽസ് എടുക്കാവുന്നതാണ്. വാട്ടർ ബോട്ടിൽസ് എടുക്കുമ്പോൾ രണ്ടും സെയിം വെയിറ്റിലുള്ള വാട്ടർ ബോട്ടിൽസ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ കൺവീനിയൻറ്റ്. നെക്സ്റ്റ് എക്സസൈസ് വരുന്നത് ഓവർ ഹെഡ് ഹാം റേസ് ആണ്.
അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കൈകൾ 90 ഡിഗ്രി ആംഗിളിൽ പ്ലേസ് ചെയ്യേണ്ടതാണ്. ഈ എക്സസൈസും 15 to 20 കൗണ്ട്സ് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് എക്സസൈസ് വരുന്നത് ട്രൈസെപ്സ് എക്സസൈസ് ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ചെയറിൽ തന്നെ ആം റെസ്റ്റിൻ്റെ സപ്പോർട്ടോടുകൂടെ തന്നെ ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കയ്യിലേക്ക് വെയിറ്റ് കൊടുത്തിട്ട് തന്നെ എണീക്കുകയും ഇരിക്കുകയും ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഒരു 15 to 20 കൗണ്ട്സ് വീതം നമുക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സെറ്റ് ഓഫ് എക്സസൈസസ് വരുന്നത് ലോവർ ബോഡി എക്സസൈസസ് ആണ്. അതിലാദ്യത്തെ എക്സസൈസ് മോഡിഫൈഡ് ചെയർ സ്ക്വാട്ടാണ്. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് കോറും കൂടെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സാധിക്കും. ടെൻ to 15 ടൈംസ് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് ഈ എക്സസൈസ്. സെക്കൻഡ് എക്സസൈസ് വരുന്നത് സൈഡ് ലെഗ് റേസസ് ആണ്. നേരെ നിന്നുകൊണ്ട് തന്നെ സൈഡിലേക്ക് കാല് 30 to 45 ഡിഗ്രി ഉയർത്താൻ ശ്രമിക്കുക.